dear student, welcome back to Ejvala 2.0. Plus 2 accountancy ഇനി എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് നല്ല മാർക്ക് കിട്ടുക? നല്ല മാർക്ക് എന്ന് പറയുമ്പോൾ A+ ആണോ, A ആണോ, അല്ലെങ്കിൽ എന്താ പറയുക ആവറേജ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി മുതലേ, അതായത് നമുക്കിനി മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിളും ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിളും എല്ലാം വന്നിരിക്കുകയാണ്. മോഡൽ എക്സാം, അക്കൗണ്ടൻസി മോഡൽ എക്സാം എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയോ? നമുക്ക് 19-ാം തീയതി, ഫെബ്രുവരി 19-ാം തീയതിയാണ് മോഡൽ എക്സാം. ഓക്കെ, ഫെബ്രുവരി 19-ാം തീയതിയാണ് നമ്മളെ മോഡൽ എക്സാം വരുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ എക്സാം അതാണ്. ഇനി ഈ മോഡൽ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ഇനി ഒരു മാസം കഷ്ടേ ഉള്ളൂ അല്ലേ? ഈ ഒരു കഷ്ടിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പേടി സ്വപ്നം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ അക്കൗണ്ടൻസി തന്നെയായിരിക്കും. ഒരുപാട് പേര് അക്കൗണ്ടൻസി ഫെയിലാണ്. കുറേ പേര് +1 തന്നെ ഉഴപ്പിയവരുണ്ട്. കുറേ പേര് +1 ഇപ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചിൽ ഇപ്പോൾ ചേർന്ന കുട്ടികളുണ്ട്. അവരെന്നെ പറയുന്നത് കേൾക്കാം. കുറേ കുട്ടികൾ നമ്മൾ മിസ്സിൽ സെപ്പറേറ്റ് മെസ്സേജ് അയച്ചിരുന്നിട്ടാ, മിസ്സേ +1 അക്കൗണ്ടൻസി വളരെ എളുപ്പമായിരുന്നു, അന്ന് ഞങ്ങൾ ഇതുപോലെ പഠിച്ചില്ല, ഞങ്ങൾക്ക് ജസ്റ്റ് പാസ്സായി കിട്ടിയുള്ളൂ, ഇനി അത് ഇമ്പ്രൂവ് ചെയ്ത് അതിലത്തെ മാർക്കും വാങ്ങണം, ഒപ്പം തന്നെ +2 അക്കൗണ്ടൻസി വളരെ ബുദ്ധിമുട്ടാണ് മിസ്സ്, ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കാര്യം, നിങ്ങളിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് മിസ്സ് പറയുന്നത് പോലെ പഠിക്കൂ. നമുക്ക് +2 അക്കൗണ്ടൻസിൻ്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലും നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാം. അപ്പോൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ നമുക്ക് വേറെ ഓപ്ഷനൊന്നും നമുക്ക് ഇനി പറ്റില്ല അല്ലേ? ടെൻഷൻ അടിച്ചിട്ട് വെറുതെ നിന്ന് ടൈം കളഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ +2 അക്കൗണ്ടൻസി നമുക്ക് എങ്ങനെ പഠിക്കാം ഇനിയുള്ള ദിവസം? കഴിഞ്ഞ മന്തുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് ടെൻഷൻ എടുക്കേണ്ട എത്ര ടൈം ഞങ്ങൾ വേസ്റ്റ് ചെയ്തു. +1 ഉണ്ടായിരുന്ന എല്ലാ മന്തും നന്നായി പഠിച്ചിരുന്നെങ്കിൽ +1 അക്കൗണ്ടൻസിയിൽ തന്നെ നല്ല എളുപ്പമാണ്. ഒരു 70 മാർക്കൊക്കെ എങ്ങനെയും കിട്ടുമായിരുന്നു മിസ്. അപ്പം ഇനിയിപ്പോൾ +2 എന്ത് ചെയ്യും? അപ്പോൾ എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു ക്ലാസ്സാണ്, ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. എങ്ങനെ നമുക്ക് ഇനി +2 അക്കൗണ്ടൻസി പഠിക്കാം. അപ്പോൾ മോഡൽ എക്സാം ഫെബ്രുവരി 11-ാം തീയതിയാണ്. മാർച്ചിലെ ഫൈനൽ എക്സാം എന്താണെന്നറിയാം? നമ്മൾ അക്കൗണ്ടൻസി ഫൈനൽ എക്സാം മാർച്ച് 24-നാണ് ഫൈനൽ എക്സാം. ഓക്കെ, മാർച്ച് 24, ഫെബ്രുവരി 9. അപ്പോൾ അക്കൗണ്ടൻസി പേടിയുള്ള കുട്ടികളൊക്കെ ഈ ടൈമൊക്കെ, ഈ ഒരു ഡേറ്റൊക്കെ നിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ എഴുതിയിരിക്കാം. പിന്നെ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, എന്തായാലും അക്കൗണ്ടൻസി ടെൻഷൻ അടിച്ച് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ അക്കൗണ്ടൻസി പഠിച്ചേ പറ്റൂ. അപ്പോൾ അക്കൗണ്ടൻസി ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിലും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ അക്കൗണ്ടൻസിയിൽ AFS കുട്ടികളുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികളുണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും 2 ടെക്സ്റ്റ് ബുക്ക് ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു പാർട്ട് 1 നിങ്ങൾക്ക് 2 പേർക്കും സെയിം ആയിരിക്കും. പാർട്ട് 1 നമുക്ക് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. പാർട്ട് 2 ആണ് നമുക്ക് വ്യത്യാസം വരുന്നത്. അപ്പോൾ അക്കൗണ്ടൻസിയുടെ ഒരു ബേസിക്കും അറിയാത്ത കുട്ടികളോടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ +2ൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് 15-ാം തീയതി. അക്കൗണ്ടൻസി ക്ലാസ്സുകളൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ നോക്കും. എക്സാം പാറ്റേൺ മാറുന്നതനുസരിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മിസ് എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർ. ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ എല്ലാ പാഠവും 10 മാർക്കിന് മുകളിലാണ് വെയിറ്റേജ്. കാരണം ഈ 4 പാഠങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വരിക. ഓക്കെ, 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ പാഠത്തിലും തിയറീസും ഉണ്ട്, പ്രോബ്ലംസും ഉണ്ട്. 8 മാർക്ക് കൂടുതൽ വരിക അഡ്മിഷന്റെ പാഠത്തിൽ നിന്നും, 8 മാർക്കിന്റെ ഡിസൊല്യൂഷന്റെ ചാപ്റ്ററിൽ നിന്നും 8 മാർക്ക് വരും. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ക്രിസ്മസ് എക്സാമിന് എന്താ സംഭവിച്ചതെന്നറിയോ? ക്രിസ്മസ് എക്സാമിന് AFS കുട്ടികൾക്ക് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വന്നത്. 6 മാർക്കിന് 3 എണ്ണമൊക്കെ ഏതാനൊക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായി? 8 മാർക്കിന് ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ പോരാ, നിങ്ങൾ 6 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കണം. അപ്പോൾ എല്ലാ SI ക്വസ്റ്റ്യൻസും, മറ്റേത് കഴിഞ്ഞ വർഷം വരെ മിസ് സ്റ്റുഡൻസിനോട് പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? അഡ്മിഷനിൽ 8 മാർക്ക് നിങ്ങൾ പഠിച്ചാൽ മതി, ഡിസൊല്യൂഷനിൽ 8 മാർക്ക് നിങ്ങൾ പഠിക്കേണ്ട, അതിൽ നിങ്ങളെ റിയലൈസേഷൻ അക്കൗണ്ട് മാത്രം പഠിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് നിർത്തിയത്. ഇക്കൊല്ലം ഞാൻ അങ്ങനെ പറയില്ല. കാരണം AFS കുട്ടികൾക്ക് 6 മാർക്കിൻ്റെ 3 ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് എക്സാം പാറ്റേൺ മാറിയത്. ഇനി നമുക്ക് ഫൈനൽ എക്സാം എളുപ്പമാവും നമുക്ക് പറയാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, എല്ലാം വരുമെന്ന് വിചാരിച്ച് കൂടുതൽ വെയിറ്റേജ് ഉള്ളതും കൂടുതൽ മാർക്ക് ഉള്ളതും കൂടുതൽ പ്രോബ്ലംസും ഉള്ളതുമായ പാഠങ്ങൾ വേഗം പഠിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വരുന്നോട്ട് വെച്ച് ഡീൽ ചെയ്യാം അല്ലേ? അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ പാർട്ട് 1 നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടേ? എല്ലാ പ്രോബ്ലംസും പഠിക്കാം. 4 ചാപ്റ്റേഴ്സിൽ, ഇപ്പോൾ ഈ 4 പാഠം ഉണ്ടല്ലോ, ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ പ്രോബ്ലംസും ഒരെണ്ണം പോലും ഒഴിവാക്കരുത്.
പ്രോബ്ലംസ് ആണ് പറഞ്ഞത് കേട്ടോ, ഓൺലി പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ബേസിക് കൺസെപ്റ്റ്, അതായത് ഫസ്റ്റ് പാർട്ടിലെ പ്രോബ്ലംസ് പ്രീ ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഗ്യാരണ്ടി ഓഫ് എ പ്രോഫിറ്റ്, എല്ലാം ഈ 5 പ്രോബ്ലംസ് ആയിരുന്നു പഠിക്കാം. ഓൾ പ്രോബ്ലംസ് പറയുന്നുണ്ട്, ഒരെണ്ണം നിങ്ങൾ മാറ്റി നിർത്തണ്ട. അഡ്മിഷനിലെ ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ, സാക്രിഫൈസിങ് റേഷ്യോ, റിവാലുവേഷൻ അക്കൗണ്ട് സെപ്പറേറ്റഡ്, അതുപോലെ തന്നെ 8 മാർക്കിന്റെ റിവാലുവേഷൻ, അത് എല്ലാ പ്രോബ്ലം ആയി. റിട്ടയർമെന്റിലുള്ള പ്രോബ്ലംസ് ലോൺ അക്കൗണ്ട്, ഗെയിനിങ് റേഷ്യോ, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഈ 3 പ്രോബ്ലംസ് അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യരുത്. പ്രോബ്ലംസ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് പ്രോബ്ലംസ് വളരെ കുറവായിരുന്നു. അതെന്ന് വെച്ചിട്ട് ഫൈനൽ എക്സാമിന് അതുപോലെ വരും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പ്രോബ്ലംസ് ആദ്യം കണക്കിലാക്കാം. ഡിസൊല്യൂഷനിലെ പ്രോബ്ലംസ് 8 മാർക്കിന്റെ എസ്സേ പ്രോബ്ലംസും അതുപോലെ തന്നെ റിയലൈസേഷൻ മാത്രം. അപ്പോൾ ആദ്യം നിങ്ങൾ പ്രോബ്ലംസ് നിങ്ങളുടെ കയ്യിലാക്കി വെക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ കയ്യിലാക്കി വെക്കേണ്ടത് ജേർണൽസ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ കഴിഞ്ഞ വർഷം വരെ എല്ലാം നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം വരെ ജേർണൽസ് നമുക്ക് ഒരു 4 മാർക്ക് 6 മാർക്കൊക്കെ മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കി, ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി, എല്ലാ ജേർണൽസും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ഉള്ളതും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുമായ എല്ലാ ജേർണൽസും ഉണ്ട്. അപ്പം നിങ്ങൾ 4 പാഠങ്ങളിൽ നിന്നും കംപ്ലീറ്റ് ജേർണൽ എൻട്രീസ് പഠിക്കണം. എല്ലാ ജേർണൽ എൻട്രീസും പഠിക്കണം. ഓക്കെ, ഇനി ജേർണൽ എൻട്രീസ് കഴിഞ്ഞാൽ തിയറി ക്വസ്റ്റ്യൻസ് അങ്ങനെ എല്ലാം പഠിക്കേണ്ട കേട്ടോ. ഡിഫറൻസുകൾ പഠിക്കുക, 2-3 ഡിഫറൻസ്, 3-4 ഡിഫറൻസ് നമുക്ക് ഉള്ളിക്കൊല്ലാം. ആ 4 ഡിഫറൻസസുകൾ ആദ്യം പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മൾ 1 മാർക്കുകൾ നോക്കിയാൽ മതി. കാരണം തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് വല്ലാണ്ട് കണ്ടിട്ട് അങ്ങനെ വരുന്നില്ല. ജേർണൽസിന് ഞാൻ ഒരിക്കലും തിയറിയിലേക്ക് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കുറേ സ്റ്റുഡൻസിന് സംശയമാണ്, മിസ് തിയറി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജേർണലും കൂടി അതിൽ കൂടെ പഠിക്കാണ്ട് പോയി ക്രിസ്മസ് എക്സാമിന്. ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ കുട്ടികളുടെ കുറേ വോയിസസ് നമുക്ക് കേൾക്കാം. ഒരേ പേരുടെ സംശയം അതാണ്, മിസ് ഞാൻ പ്രോബ്ലംസ് മാത്രം പഠിച്ചിട്ടാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോയത്, പക്ഷേ എനിക്ക് ജയിക്കാനേ പറ്റുള്ളൂ 80-ൽ. കാരണം എന്താ, അവർ തിയറീസൊക്കെ സ്കിപ്പ് ചെയ്തു. തിയറി സ്കിപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ ജേർണലും കൂടി സ്കിപ്പ് ചെയ്തു. നമ്മളെ വീഡിയോസ് നിങ്ങൾ നോക്കുക, ജേർണൽ മാത്രമായിട്ട് മിസ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ക്രിസ്മസ് പരീക്ഷയ്ക്ക്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉറപ്പായിരുന്നു ക്രിസ്മസ് പരീക്ഷയ്ക്ക്. നമുക്ക് കമൻറ്റ് സെക്ഷനിലൊക്കെ നോക്കിയാലായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ചേരുന്ന കുട്ടികൾ ഈ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് ഇതേ രീതിയിലാണ് മിസ് ക്ലാസ് എടുക്കുക. ആദ്യം ചാപ്റ്റർ വൈസ് ഓടിച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു തരും. എന്നിട്ട് നമ്മൾ പ്രോബ്ലംസ് ഓൺലി മാത്രം ക്ലാസ് ഉണ്ടായിരിക്കും. ജേർണൽസ് മാത്രമായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലി പറഞ്ഞുതരും. തിയറി ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. സ്കിപ്പ് ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞുതരും. അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ ക്രാഷ് ബാച്ചിൽ. അപ്പോൾ ജോയിൻ ചെയ്യണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം. നമ്മൾ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് തുടങ്ങി ഇടയിൽ കയറുമ്പോൾ അത്രയും ഡേയ്സ് നിങ്ങൾക്ക് പോവുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒക്കെ റെക്കോർഡ് ക്ലാസ് കൂടി നിങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇത് പാർട്ട് 1-ന്റെ സെക്ഷനാണ്. 40 മാർക്കിൻ്റെ കാര്യമാണ് മിസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 40 മാർക്കിൽ നിങ്ങൾക്കൊരു 35 മാർക്കൊക്കെ എങ്ങനെ കിട്ടാനുള്ള വഴിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി പാർട്ട് 2-ലേക്ക് കടക്കുമ്പോൾ, പാർട്ട് 2 എന്ന് പറയുമ്പോൾ AFS കുട്ടികളും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗുകാർക്ക് ഒരു 20 മാർക്ക് ഇതിൽ നിന്ന് ഒപ്പിച്ചാൽ മതി. നിങ്ങളിതിൽ ഒരു പാഠം ഒഴിവാക്കണ്ട. നിങ്ങളിതിൽ ആദ്യം പഠിക്കേണ്ടത് DBMS-ഉം GNU കാർഡയും ലിബറൽ ഓഫീസ് കാൽക്ക് വെള്ളാക്കി പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വൗച്ചേഴ്സ് ഉണ്ട്, പേയ്മെൻറ്റ് വൗച്ചേഴ്സ് ഉണ്ട്, ഷോർട്ട് കട്ട് കീസുകളുണ്ട്, അതുപോലെ തന്നെ വേസ് ഉണ്ട്, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഓൾറെഡി ഉള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, പിന്നെ ചാർട്ടുകളെ കുറിച്ച്. ഇതൊന്നും നിങ്ങൾ ഒഴിവാക്കേണ്ട. ഒരു 20 മാർക്ക് നിങ്ങൾക്ക് തിയറി ബേസ് ആയിട്ട് തന്നെ കിട്ടാം. വളരെ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്രാഷ് ബാച്ചിൽ നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറൈസ്ഡ്. ദെൻ AFS കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് AFS-ൽ നിന്ന് നമുക്ക് വരിക. ഇതിൽ നിങ്ങൾ ഷുവറായി പഠിക്കേണ്ട മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഷെയറിൻ്റെ പാഠം സ്കിപ്പ് ചെയ്യാനേ നിങ്ങൾ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷ്യോയുടെ പാഠവും ക്യാഷ് ഫ്ലോയും സ്കിപ്പ് ചെയ്യാന്ന് വെച്ചാൽ തൊടണില്ല ഞങ്ങൾ, അങ്ങനെയല്ല, തൊട്ട് നോക്കിയത് എന്നല്ല പറയുന്നത്. അതിൽ തിയറീസ് നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ജേർണൽ എൻട്രീസ് ഫസ്റ്റ് പാർട്ടിലെ ജേർണൽസ് പഠിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നറിയോ? പ്രോബ്ലംസ് ഡിബഞ്ചറിൻ്റെ ജേർണൽസും ഷെയറിൻ്റെ ജേർണൽസും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ട് ജസ്റ്റ് നോക്കിയാൽ മതി, തിയറി മാത്രം നോക്കിയാൽ മതി. അവിടെ പ്രോബ്ലം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് മാക്സിമം വരാറില്ല, വന്നാലും നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഷുവറായിട്ട് പഠിക്കുക.
കാരണം അത് എളുപ്പമാണ്, മാർക്ക് കിട്ടാനും സുഖമാണ്. റേഷ്യോ അനാലിസിസിൽ കുറച്ച് റേഷ്യോസ് മിസ് പറഞ്ഞാൽ അത് മാത്രം പഠിക്കാം. ക്യാഷ് ഫ്ലോയിലെ 1-2 പ്രോബ്ലംസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ബാക്കി കംപ്ലീറ്റ് പഠിക്കണമെന്നില്ല. ഈ തിയറീസും കുറച്ച് ജേർണൽ എൻട്രീസും, ജേർണൽ എൻട്രീസ് ഈ 2 പാഠത്തിൽ നിന്ന് തന്നെ മതി, ധാരാളമാണ്. ഒരു 10-20 മാർക്കോളം നമുക്ക് ജേർണൽ എൻട്രീസ് മാത്രമായിട്ട് വരും. ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് AFSൽ നിന്നും മാക്സിമം മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. ഇത്രയും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കുക. അപ്പം എങ്ങനെ പഠിക്കുക എന്നുള്ളത് മിസ് പറഞ്ഞല്ലോ. പാർട്ട് 1ൽ നിന്ന് എങ്ങനെ പഠിക്കണം, പ്രോബ്ലംസ് പഠിക്കുക, അത് പഠിക്കുക, ഇത് പഠിക്കുക, അല്ലേ? ആ ഒരു രീതിയിൽ പോവുക. ഇനി ഈ പാഠങ്ങളൊന്നും മിസ് എനിക്കറിയില്ല, പ്രോബ്ലംസുകളൊക്കെ മിസ് പറയുന്ന കുറേ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, അങ്ങനെയുള്ള കുട്ടികൾ മിസ്സിൻ്റെ മൊബൈൽ നമ്പർ, പേഴ്സണൽ നമ്പർ തരാം. പേഴ്സണൽ നമ്മൾ എഡ്ജ് വാലറ്റിൻ്റെ നമ്പറാണ്. ഇതിൽ 7907664613 ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഈ ക്രാഷ് ബാച്ചിൽ അക്കൗണ്ടൻസി ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അക്കൗണ്ടൻസി മാത്രമാണ് മിസ്സേ പേടി, ബാക്കിയൊക്കെ ഞാൻ എങ്ങനെ തട്ടിമുട്ടി ജയിക്കും, അങ്ങനെയുള്ള കുട്ടികളും നമ്മളിലുണ്ട്. അപ്പോൾ അക്കൗണ്ടൻസി മാത്രമാണെങ്കിൽ നമുക്ക് 500 rupees ആണ് പേയ്മെൻറ്റ്. നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ലാസ്റ്റ് മോഡൽ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. മോഡൽ എക്സാമും കഴിഞ്ഞ് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളെ ഒഴിവാക്കി വരുള്ളൂ. അതുവരെ നിങ്ങളെ കൂടെ കട്ടായിട്ടുണ്ടായിരിക്കും. സോ എല്ലാവർക്കും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാനായിട്ട്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഇനി നമുക്ക് സമയമൊന്നുമില്ല, ഒരു 30 ദിവസത്തിനുള്ളിൽ മോഡൽ എക്സാമും, ആ മോഡൽ എക്സാം കഴിഞ്ഞ് തൊട്ട് പിറ്റത്തെ കൊല്ലം നിങ്ങൾ പിറ്റത്തെ ആഴ്ച, കൊല്ലല്ല, തൊട്ട് പിറ്റത്തെ ആഴ്ച നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നത് നിങ്ങൾ ഫൈനൽ എക്സാമിലേക്കും കൂടിയാണ്. അപ്പോൾ ടെൻഷൻ അടുപ്പിക്കുകയല്ല ചെയ്യുന്നത്, പക്ഷേ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പഠിക്കാനുള്ള പേടിയാക്കുകയാണ് ചെയ്യുന്നത്. ടെൻഷനല്ല, പഠിക്കാനുള്ള രീതിയിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.